ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നസ്രിനിസ 27 എന്ന് പറഞ്ഞ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഈ സമയത്ത് എനിക്ക് പനിയും ജലദോഷമൊക്കെ ആണ് കേട്ടോ. ഞാൻ കുറേ വിചാരിച്ച് വേണ്ട, പനി മാറിയിട്ട് ഈ വീഡിയോ വോയിസ് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ച്. പിന്നെ ഓരോ ദിവസം ലൈറ്റ് ആവുമല്ലേ. ഞങ്ങളിത് യൂട്യൂബർ ഫൗമിൻ്റെ വീട്ടിലേക്ക് പോയ ഒരു വീഡിയോ കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ എൻ്റെ ആങ്ങളൻ്റെ വീട്ടിലേക്ക് പോകുന്നതുമായിട്ടുള്ള വീഡിയോ. അപ്പോൾ രണ്ട് സ്ഥലത്തേക്കും പോകുന്ന കാര്യങ്ങളാട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഫൗമിൻ്റെ വീടാണ് കേട്ടോ. ഓളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. നേരത്തെ കണ്ട മോന് പിന്നെ ഫൗമിൻ്റെ മോനാണ് കേട്ടോ. ഓളിതുവരെ വീഡിയോൻ്റെ മുന്നിലേക്കൊന്നും വരാത്തതിനോണ്ട് ഞങ്ങൾ ഓളെ ഫോട്ടോ എടുത്തില്ല. മോൻ്റെ ഫോട്ടോ ഒക്കെ എല്ലാത്തിലും ഉണ്ടായതിനോണ്ട് ഞങ്ങൾ മോനൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഓളെ വീട്ടിലേക്ക് പോയപ്പോൾ. വൈകുന്നേരം ഒരു 6 മണി 6:30 ആയിട്ട് ഓളെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഓൾ എപ്പോഴും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് മാന്തൽ കറി ഇല്ലാത്തൊരു ദിവസം ഓളെ വീട്ടിലുണ്ടാവില്ല. അധിക ദിവസം മാന്തളായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൂന്തൽ നല്ല വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കൂന്തൽ കഴിക്കാൻ അവസരം കിട്ടിയിട്ട് അവിടെ പോയപ്പോൾ മീൻകാരൻ്റെ ഭാര്യയാണല്ലോ, സ്വാഭാവികമായിട്ടും മീൻ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ ഓളെ ഭർത്താവിന് ഇപ്പോൾ പല്ലുവേദനയൊക്കെ ആയതുകൊണ്ട് കടയിലൊക്കെ പോവാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടി. ലൈവൊക്കെ കണ്ടവർക്ക് അറിയാൻ മതിയാവില്ലേ. ഇതാ ഫൗമി ഓട്ടട ഉണ്ടാക്കുകയാണേ. രാവിലെ ഞങ്ങൾക്ക് ഓട്ടടയായിരുന്നു. ഇതിലൊരു വിറ്റെന്ന് വെച്ചാൽ ഫൗമിൻ്റെ വീട്ടിൽ പോയപ്പോൾ രാവിലെ ഓട്ടടയായിരുന്നു. ആങ്ങളൻ്റെ വീട്ടിൽ പോയപ്പോൾ നാത്തൂന് രാവിലെ ഓട്ടട ഉണ്ടാക്കിയത്. 2 ദിവസം കോമൺ ആയിട്ട് ഓട്ടടയായിരുന്നു. പിന്നെ ഏതായാലും നല്ല സന്തോഷമായിരുന്നു. ഏതായാലും അവിടെ പോയി ഓരെല്ലാവരുമായിട്ട് സംസാരിക്കാനും അവിടെ താമസിക്കാനും എല്ലാത്തിനും അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സ്വന്തം വീട്ടിൽ എങ്ങനെ പെരുമാറാൻ കഴിയും അതുപോലെയാണ് ഫൗമിൻ്റെ വീട്ടിൽ എനിക്ക് പെരുമാറാൻ കഴിഞ്ഞത്. അപ്പം ഇതാ ഓട്ടട അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരുന്നു. ഓട്ടടക്ക് ആ മാന്തൽ കറിയും കടലക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഐശുവിന് ഓള് തേങ്ങാപ്പാൽ വേണം പറഞ്ഞപ്പം ഫൗമി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. ഉച്ചക്ക് പിന്നെ നെയ്ച്ചോറും ചിക്കനൊക്കെ വെക്കാന്നുള്ള പ്ലാനിലായിരുന്നു. എൻ്റെ ഈ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്തോ പോലെ തോന്നുന്നുണ്ടാവും. എന്ന് വെച്ചാൽ പനി പിടിച്ചിട്ട് നല്ല ഒരു അവസ്ഥയിലാണ്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന്. ലൈവ് ഒന്നും ഇട്ടില്ലായിരുന്നു. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. വയ്യ, ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. മാറുമായിരിക്കും, ദുആ ചെയ്യേണ്ടി എല്ലാവരും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പരസ്യം ഉണ്ടെങ്കിലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എന്നാലേ ഞങ്ങൾക്കൊരു ഏർണിങ്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുള്ളൂ. കഴിയുന്നവർക്കൊക്കെ ഒന്നത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് ഓട്ടടയും ഒക്കെ കഴിച്ച് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇതൊരു തറവാട് വീടാട്ടോ. ഫൗമിൻ്റെ മോനും എൻ്റെ ഐശുമോളും അജുവിയൊക്കെ ഈ ഊഞ്ഞാലിലാടിയായിരുന്നു. അപ്പോൾ അജുവിനെ ഞാൻ വീഡിയോയിലെടുക്കട്ടെ വെച്ചപ്പോൾ ഓള് ഓടിക്കളഞ്ഞിട്ടോ. പിന്നെ ഓളെ മുറ്റത്തുള്ളതാട്ടോ ചീരണ്ട്, പേരക്കുണ്ട്, കറമൂസുണ്ട്. കറമൂസ പറഞ്ഞാൽ പപ്പായ കേട്ടോ. ഞങ്ങളവിടെയൊക്കെ കറമൂസ എന്ന് പറയും. പിന്നെ മാങ്ങ, ഓളെപ്പോഴും ലൈവിലൊക്കെ പറയലുള്ള മാവുമരം ഉണ്ടായിരുന്നു. മാങ്ങ ഇങ്ങനെ കുഞ്ഞു മാങ്ങ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു ഓളെ മുറ്റത്ത്. പിന്നെ കുഞ്ഞ് ഈ അതേപോലെ കുരുമുളക്, പപ്പായ കണ്ടോ. മാങ്ങ കണ്ടില്ലേ, കുലകുലയായിട്ട് നിൽക്കുന്നുണ്ട്. നോമ്പൊക്കെ കഴിഞ്ഞാൽ ഈ മാങ്ങ അടിപൊളിയായിട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയി നോക്കണം മാങ്ങ പറിക്കാൻ പറ്റുമോ. ഭയങ്കര പുളിയാണോ ഈ മാങ്ങ. വഴുതന ഉണ്ടായിരുന്നു, പൂവിട്ടിരിക്കുന്ന ഒരുപാട് വഴുതന പറിച്ചെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി പോകാം. അതേപോലെ ഇതാ മുളക് നമ്മളെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടവർക്കറിയാം, പക്ഷെ കാണാത്തവരോട് ഞാൻ പറയാണ്, നല്ല അടിപൊളിയായിട്ട് മുളക് വെക്കണം. കായ്ച്ച് പന്തലിച്ചിരിക്കുന്ന. നിൻ്റെ കണ്ണ് പറ്റിയിട്ട് ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫൗമിനെ കൊല്ലും. അപ്പോൾ ആരും കണ്ണ് വെക്കരുത് കേട്ടോ. നല്ലോണം മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പപ്പായ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പേരയ്ക്ക അതേപോലെ തന്നെ പാകമായില്ലെങ്കിലും പേരയ്ക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇവളെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ഓളെ കുടുംബക്കാരൻ തന്നെ കേട്ടോ. അപ്പം ഞാൻ മുളക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഐഷമോള് വന്നിട്ട് മുളക് പിടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറിക്കാൻ പറ്റൂല, ഇത്
പിന്നെ പറിക്കാനായില്ല. ആയിഷക്കുട്ടി മുളകെടുത്ത് ഇങ്ങനെ നോക്കുകയായിരുന്നു. നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും തൈരും പപ്പടും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് അച്ചാറൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട, കമൻറ്റ് എന്തായാലും കമൻറ്റ് എഴുതണം കേട്ടോ. പിന്നെ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചിക്കനും ഒക്കെ കൂട്ടി തന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നിട്ടോ. അപ്പോൾ പോകുന്ന ഭാഗമൊന്നും ഞങ്ങളെടുത്തില്ല, ഒരുപാട് ലെങ്ത്തായി പോകില്ലല്ലോ. ഇത് ആങ്ങളൻ്റെ വീട്ടിലെത്തിട്ടോ. അവിടെ എത്തിയപ്പോൾ പായസം, നാത്തൂന് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിവിടെ ഇരിക്കുന്നതിൻ്റെ ആങ്ങള കേട്ടോ. അങ്ങനെ സേമിയ പായസം കഴിച്ചു. രാത്രി ഇതാ കുട്ടികൾ പാട്ടൊക്കെ വെച്ചത് ആ ഡാൻസായിരുന്നു. അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഒരു ആർമാദിക്കായിരുന്നു. പാട്ട് പിന്നെ ഇതിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ തിമിർത്ത് ആടുമായിരുന്നു ഡാൻസ്. ഏത് പാട്ടാന്ന് ഇപ്പം എന്നോട് മറന്നുപോയി കേട്ടോ. അങ്ങനെ ഏതായാലും ഒരു ഡാൻസും പാട്ടും അതിൻ്റെ ഇടയിൽ അടിപിടിയും ഒക്കെ കൂടെ നടന്ന് ഞങ്ങൾ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്. എനിക്ക് വയ്യാണ്ടായതിന് ശേഷം പിന്നെ അപ്പോഴാണ് പിന്നെ പോകുന്നു. ഒരു രാത്രി കിടന്നുറങ്ങാൻ അത്രയേ ഉള്ളൂ, അത്രയേ പോയിട്ടുള്ളൂ. ഇനി എപ്പോഴെങ്കിലും പോകണം. വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെൻ്റെ. എല്ലാവരും ദുആ ചെയ്യേണ്ടി എത്രയും പെട്ടെന്ന് വീട് പണി കഴിയാൻ വേണ്ടിയിട്ട്. ഇവർ കളിക്കുന്ന ഡാൻസിൻ്റെ പാട്ട് എനിക്കറിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് പാടി നോക്കിയിരുന്നു. അപ്പോൾ അജുവക്ക് പിന്നെ ഏതെങ്കിലും ഒരു പാട്ട് കിട്ടിയാൽ മതി, അങ്ങനെ കളിച്ച് ഇങ്ങനെ ആർമാദിക്കും. അങ്ങനെ പിന്നെ പിറ്റേത്തെ ദിവസമായി ഓട്ടടയും ചായയും തന്നെ. അപ്പോൾ ഞാൻ മോളൂസിനോട് പറയുന്നതാണ് കേട്ടോ, എൻ്റെ ആങ്ങളൻ്റെ ചെറിയ മോള് ദുവമോള് കുറേ വീഡിയോസിലൊക്കെ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവന് മാമി വീഡിയോ എടുക്കട്ടെ, എൻ്റെ കുട്ടി തിന്നണ കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതാ എല്ലാവർക്കും ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അടുപ്പത്താണ് ചുടുന്നത് ഓട്ടട. അടിപൊളിയായിട്ട് ആയി വന്നിട്ടോ. അപ്പോൾ ഫൗമി ഉണ്ടാക്കിയ ഓട്ടടയും നാത്തൂൻ ഉണ്ടാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഓട്ടടയും കോഴിമുട്ട കറിയൊക്കെയാണ് നാത്തൂൻ ഉണ്ടാക്കിയത് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ ഒന്നുകൂടി ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. ഓട്ടടക്ക് ഞങ്ങൾക്കൊക്കെ എന്താ ഇഷ്ടം എന്നറിയില്ല. അവൾ കോഴിമുട്ടക്കറി ഓട്ടടയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തീരെ നേരമില്ലായിരുന്നു, രാവിലെ മക്കൾക്ക് സ്കൂളും പോകണ്ടേ. അങ്ങനെ വേഗം കഴിച്ചു വേഗം ഇറങ്ങിയ കേട്ടോ. ഞാൻ ഈ മുതുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണല്ലോ ആദ്യം വാടകയ്ക്ക് നിന്നത്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെയാണ് ആങ്ങള സ്വന്തമായിട്ട് സ്ഥലം എടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് പിന്നെ ഞങ്ങൾ പിന്നെ ബസ് കയറി യാത്ര തിരിച്ചു അനിയത്തിൻ്റെ വീട്ടിലേക്ക്. എനിക്കൊരു വീടാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്. അസ്സലാമു അലൈക്കും.